അറബിക്കടലിൽ മുങ്ങിയ MSC എൽസ-3 കപ്പലിലെ കണ്ടെയ്നറുകൾക്കൊപ്പം തീരത്തടിഞ്ഞ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നത് തുടരുകയാണ്. കണ്ടെയ്നറുകൾ മുഴുവൻ നീക്കം ചെയ്ത ശേഷമാണ് തീരം പൂർണ്ണമായും ശുചീകരിക്കുന്നത്. ദിവസങ്ങൾക്കകം പ്രവർത്തനം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെ തീരത്തടിഞ്ഞ മുഴുവൻ കണ്ടെയ്നറുകളും ഇതിനോടകം തന്നെ നീക്കം ചെയ്തു കഴിഞ്ഞു. ഒപ്പം തീരത്തെ ശുചീകരണ പ്രവർത്തനവും തുടരുന്നുണ്ടായിരുന്നു. മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം ആസ്ഥാനമാക്കിയുള്ള ഡീപ് വേവ് ഷിപ്പിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ നേതൃത്വത്തിലാണ് ദൗത്യം തുടരുന്നത്. തടിക്കഷ്ണങ്ങൾ, കോട്ടൺ പീസുകൾ, തെർമോകോൾ തുടങ്ങി നിരവധി സാമഗ്രികൾ കണ്ടെയ്നറുകൾക്കൊപ്പം തീരത്തടിഞ്ഞിരുന്നു. മുഴുവൻ അവശിഷ്ടങ്ങളും ദിവസങ്ങൾക്കകം തന്നെ നീക്കം ചെയ്യാൻ സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അതായത് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള കണ്ടെയ്നറിന്റെ എല്ലാ പീസുകളും നീക്കം ചെയ്തു കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ നിന്ന് വീണ മെറ്റീരിയലുകൾ, അതായത് വുഡൻ പീസുകളുണ്ട്, കോട്ടൺ പീസുകളുണ്ട്, പേപ്പർ റോളുകളുണ്ട്, പിന്നെ ഈ കണ്ടെയ്നറിന്റെ തെർമോക്കോളിന്റെ പീസുകൾ ടോട്ടലി റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടൽത്തീരം പുരം മൊത്തം ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദുർഘടമായ പലയിടത്തും സുരക്ഷിതമായാണ് കണ്ടെയ്നറുകൾ നീക്കം ചെയ്തത്. അതുപോലെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യുന്നത്. ഇതിനായി പ്രദേശവാസികളുടെ സഹായവും ടീം അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ജനം, കൊല്ലം.